പോറ്റുന്നു കാക്കുന്നു വാഴ്ത്തുന്നു താരാധിപന്മാർ നിന്നെ. ഒരു സിനിമ ഇറങ്ങിയിട്ട് ഒരു സർക്കാർ മുഴുവൻ ഞെട്ടിയെങ്കിൽ അതിലെന്തോ ഉണ്ട്. തീർച്ചയായിട്ടും സിനിമയ്ക്ക് അധികം പോകാറില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ പൈസ കളയണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഒരുപാട് കാലമായി നല്ലൊരു മൂവി സിനിമ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ട് OTT വരുന്നുണ്ടല്ലോ. പക്ഷേ ഇതിന്ന് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയേറെ സർക്കാർ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം തന്നെ ഈ സിനിമയെ ഭയക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു ഇതില്ലേ. എന്നാലും എന്തിനാണ് ഇവർ ഈ 24 സീൻ ഒരു സിനിമയിൽ വരുമ്പോൾ തോന്നും ഇത്രയും ഭയന്നിട്ട് 24 സീന് കട്ട് ചെയ്യിപ്പിച്ചത് കൊണ്ട് എന്ത് കാര്യമുണ്ട്? ജനങ്ങളെന്താ പൊട്ടന്മാരാണ്. കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ പറഞ്ഞു സിനിമയായിട്ട് കാണാൻ. കേരള സ്റ്റോറിക്കെതിരെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഇതര സമൂഹത്തിൽപ്പെട്ട ഒരുപാട് പ്രസ്ഥാനങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കാണിച്ചതൊന്നും സത്യമല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ സത്യം കാണിച്ചോ അതിനോട് ആർക്കും ഒരു എതിർക്കില്ലല്ലോ. പക്ഷേ അതല്ല. ആ സീന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഭയം തോന്നുന്നുണ്ടെങ്കിൽ, ഇത്രയും പേടി തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യം അതിലുള്ളത് കൊണ്ടല്ലേ. സ്റ്റാൻഡ്സ് ഫോർ L2 എമ്പുരാൻ. സിനിമയിലല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. അല്ലെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു സിനിമയായിട്ട് അങ്ങനെ നടക്കണമെന്ന് വലിയൊരു നിർബന്ധമൊന്നുമില്ല. ചുറ്റുമുള്ള കാര്യങ്ങൾക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. പക്ഷെ സിനിമ കുറേ കൂടെ ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വിഷ്വലി ഹെൽപ്പ് ചെയ്യും. അതാണ് ഇവിടെ എമ്പുരാനിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ബീഫ്, അതെ, ഗോമാത. എല്ലാ വിദേശത്ത് താമസിക്കുന്നവർക്ക് മനസ്സിലാവും. വിദേശികൾക്ക് മാത്രമേ ഇത് കാര്യമായിട്ട് സ്ട്രൈക്കിംഗ് ആവുള്ളൂ. ഒരുവിധം ഔട്ട്ലെറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രോസൺ ഫുഡ്സിൻ്റെ സെക്ഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ചിക്കൻ്റെതായിക്കോട്ടെ, മറ്റേത് കാറ്റഗറിയിൽപ്പെട്ട മീറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ മെയ്ഡ് അവിടെ ലോക്കലി ആയിരിക്കും. ലൈക്ക് ഒമാനിലാണെങ്കിൽ ഒമാനിലായിരിക്കും, ദുബായിലാണെങ്കിൽ UAE ആയിരിക്കും, അബുദാബിയിലായിരിക്കും, ഈവൻ സൗദി, ഫ്രം ദർ എല്ലാ സ്ഥലത്തുനിന്നും വരുന്നുണ്ട്. പക്ഷേ ഈ ഫ്രോസൺ ബീഫിൻ്റെ സെക്ഷനിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ തിങ്. ഗോമാത ഷെടാ, മുംബൈ അങ്ങ് നോർത്തിലല്ലയോ, അവിടെ ഗോമാതാവല്ലേ. അതിനെ കശാപ്പ് ചെയ്തിട്ട് അയക്കാൻ പറ്റുമോ? അതിനെ കശാപ്പ് ചെയ്യാൻ പറ്റുമോ? അതിനോട് തിന്നാൻ പറ്റൂലല്ലോ. അതവരുടെ ദൈവമല്ലേ. ശരിയാണ്, ദൈവത്തിന് അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിനെ കശാപ്പ് ചെയ്തിട്ട് പാർസൽ അയക്കാൻ പറ്റും വിദേശത്തോട്ട്. ഇത് ഞാനും വാങ്ങിക്കാറുണ്ട്, ഞാനും കഴിക്കാറുണ്ട്. കാരണം നമുക്ക് ബീഫ് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ബീഫ് കഴിക്കുകയും ചെയ്യും. നോൺ വെജിൽ ബീഫേ കഴിക്കത്തുള്ളൂ കൂടുതലും. അവിടെ നിന്ന് എങ്ങനെ ഈ ബീഫ് ഇത്രയധികം എക്സ്പോർട്ടായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വരുന്നു? അതോ നിങ്ങൾക്ക് കഴിക്കാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ? കശാപ്പ് ചെയ്തിട്ട് പാർസൽ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ലേ? ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെയുള്ള അവന്മാരെ കൊണ്ട് ബീഫ് തീറ്റിക്കാണ്ട് കംപ്ലീറ്റ് നല്ല തടിച്ചു കൂട്ടപ്പനാക്കി അടുത്ത് കശാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മീറ്റ് എക്സ്പോർട്ട് ചെയ്യാണ് വിദേശ രാജ്യങ്ങളിലോട്ട്. ബിസിനസ് കുത്തകയാണ്. പിന്നെ ഞാൻ സുരേഷ് ഗോപി എമ്പുരാൻ സിനിമയെ കുറിച്ച് പറഞ്ഞ പോലെ പക്കാ ബിസിനസ് അല്ലേ ഇവിടെ, അല്ലേ? ഇതും ബിസിനസ് തന്നെയാണ്. അല്ലാണ്ട് ഒരു ദൈവത്തോടുള്ള സ്നേഹം, ഒരു ഗോമാതാവിനുള്ള സ്നേഹമല്ല. ജസ്റ്റ് ആലോചിച്ചാൽ മതി. ഏതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ പോകും, ഫ്രോസൺ ബീഫ് എടുത്ത് നോക്ക്, മെയ്ഡ് നോക്ക്, എവിടെയാണ്. പടം കണ്ടു കേട്ടോ, പൊളി, വേറെ ലെവല്, ഒന്നും പറയാനില്ല. ഞാൻ ആദ്യം അശ്വന്ത് കൊക്കിൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് പോയത്. പുള്ളി നെഗറ്റീവ് അടിച്ച് എടുത്തു കൊടുത്തു. അതിൻ്റെ കാര്യം ഇപ്പം ഏതാണ്ട് മനസ്സിലായി എന്തിനാണ് എന്നുള്ളത്. രാജ്മോഹൻ അറിയാം എങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടതെന്ന്. ബിസിനസ്സാണെന്ന് തന്നെ വെച്ചോ, പക്ഷേ അതിനൊരു ലൈനുണ്ട്. ഈ വീഡിയോൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകൾ വരുമായിരിക്കും, ഒരുപാട് അപ്രീസിയേഷനും വരുമായിരിക്കും ചിലപ്പോൾ. കാരണം അത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ ഞാൻ. പക്ഷേ നെഗറ്റീവ് ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, അത് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല, നെഗ്ലക്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, പ്രശ്നമില്ല. ഇതിൻ്റെ മെയിനായിട്ട് ന്യായീകരിക്കാൻ പോകുന്ന ഒരു പോയിന്റ് എന്തായിരിക്കും അറിയാമോ? ബ്രോ, മുംബൈയിൽ മാത്രമേ ഉള്ളൂ ബീഫ് എക്സ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസ് പെർമിഷനായിട്ട് കിട്ടുന്നത്, വേറൊരു സ്ഥലത്തും കിട്ടത്തില്ല. അതുകൊണ്ടാണ് അവന്മാർ അവിടെ നിന്ന് അയക്കുന്നത്, ബാക്കിയുള്ള രാഷ്ട്രങ്ങളും പോയിട്ട് അവിടെ നിന്നാണ് അയക്കുന്നത്. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എങ്കിലും ഈ ഗോമാതാവിൻ്റെ നാട്ടിൽ എങ്ങനെയേ അവർക്ക് അതിൻ്റെ ഒരു കുത്തകയായിട്ട് അതിൻ്റെ ഒരു എക്സ്പോർട്ട് ലൈസൻസ് കിട്ടുന്നു? അവരുടെ ദൈവം അതാണെങ്കിൽ അവർക്ക് പറയത്തില്ലേ, പറ്റൂല, നമ്മുടെ ദൈവമാണത്, ഇവിടുന്ന് അയക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രീതിയിലുള്ള പ്രോസസ്സിങ് ഇവിടുന്ന് പറ്റില്ല, കശാപ്പ് പറ്റില്ല, ഒന്നും പറ്റില്ല പറഞ്ഞാൽ പോരെ. അതുകൊണ്ട് അതിന് ന്യായങ്ങളായിട്ടൊന്നും വരാൻ നിൽക്കണ്ട. ഇത് ബിസിനസ് തന്നെയാണ്, പക്ക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിച്ചാലേ ഉള്ളൂ കുഴപ്പം, കൊന്നാൽ കുഴപ്പമില്ല. കൊന്ന പാപം തിന്നാ തീരുമെന്നാണല്ലോ. എന്തോ ശരി എന്നാൽ.